അങ്ങനെ അടങ്ങുന്ന ഒരുപാട് സംഘടനകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ഇവർക്ക് സ്റ്റേജിൽ വെച്ച് വിവാഹങ്ങൾ സെറ്റാക്കുകയും ഇപ്പം വേദിയിലിരിക്കുന്നുണ്ടാവും മടിയായിട്ട് ഭിന്നശേഷിക്കാർക്ക് സ്റ്റേജിലേക്ക് വരില്ല. അപ്പോൾ ഈ വളണ്ടിയേഴ്സാണ് അവരെ പോയി മുട്ടിച്ച് സെറ്റാക്കി കൊടുക്കുന്നത്. അത്രയും കഴിഞ്ഞ തൃശ്ശൂരിൽ നടന്ന ഒരുപാട് വിവാഹ സംഗമങ്ങൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ച തണൽമരം ഫൗണ്ടേഷൻ്റെ ഒരുപാട് പ്രവർത്തകർ. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് പല വേദികളിൽ, മക്കളെ ഇതൊന്നും വെറുതെ ആകില്ല, നാളെ അല്ലാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പോകാൻ ഒരു വയ്യ. കാരണം ഒരു സാധാരണ ഒരു കുഴപ്പമില്ലാത്ത മക്കൾക്ക് വിവാഹം ശരിയാകുന്നില്ല. പക്ഷേ ഈ ഭിന്നശേഷിയായ മക്കൾ, കാഴ്ചയില്ലാത്തവർ, സംസാരിക്കാൻ ശേഷിയില്ലാത്തവർ, അവർക്കൊക്കെ ഒരു വിവാഹത്തിന് ഒരു വേദി ഒരുക്കിക്കാൻ തണൽമരം ഫൗണ്ടേഷന് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെയൊക്കെ വിലയേറിയ പ്രാർത്ഥനകൾ ഇനിയും ഉണ്ടാകണം. ഇനിയും ഒരുപാട് ഭിന്നശേഷി മക്കൾക്ക് ഇണയുണ്ടാകാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് താൽക്കാലികമായി നിർത്തുകയാണ്. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ കുടുംബത്തിൽ, നിങ്ങളെ ഫാമിലികളിൽ, നിങ്ങളെ അയൽവക്കത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ നാടിൽ, നിങ്ങളുടെ മണ്ഡലത്തിലോ വാർഡുകളോ ഇതുപോലത്തെ ഭിന്നശേഷി മക്കളുണ്ടെങ്കിൽ അവർക്ക് ഇതിനൊരു അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നമ്പർ ഇവരായിട്ട് ബന്ധപ്പെട്ടാൽ കിട്ടും. പക്ഷേ ഇതിനൊരു ഗ്രൂപ്പുണ്ട്, 1000-ഓളം ഭിന്നശേഷിക്കാർ, അതായത് വിവാഹം കഴിക്കാൻ താല്പര്യമുള്ള 1000-ഓളം ആളുകൾ, ആണും പെണ്ണുങ്ങളായിട്ട് ആ ഒരു ഗ്രൂപ്പ് അതിനായിട്ട് തന്നെ ഉണ്ട് നമ്മൾക്ക്. പക്ഷേ ആ ഗ്രൂപ്പിലൂടെയും വിവാഹം ശരിയാകുന്നുണ്ട്. ഇതുപോലെ 14 ജില്ലയിൽ രജിസ്ട്രേഷൻ നടത്തിയിട്ട് അവർക്ക് ഓരോ സംഘങ്ങൾ ഓരോ സ്ഥലത്ത്, ഞങ്ങൾ ആദ്യം താനൂർ നടത്തി, പിന്നെ തിരൂർ നടത്തി, പിന്നെ എറണാകുളം നടത്തി, പിന്നെ